ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒബിസിറ്റിയുടെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പൊണ്ണത്തടിയുടെ സങ്കീർണതകൾ. ഒന്നാമതായിട്ട് ഹൈപ്പർ ടെൻഷൻ. സാധാരണ ഈ പൊണ്ണത്തടിയുള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ അതിൻ്റെ കൂടെ തന്നെ കാണും. രണ്ടാമതായിട്ട് ഡയബറ്റീസ് മെലിറ്റസ്. മൂന്നാമതായിട്ട് ഹൈപ്പർ ലിപ്പിഡീമിയ. ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ, ബ്ലഡിൽ കൊളസ്ട്രോൾ കൂടുന്നതിനാണ് ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറയുന്നത്. നാലാമതായിട്ട് ഈ കൊറോണറി വാസ്കുലാർ ഡിസീസ്, ഈ IHD പോലുള്ള ഹാർട്ട് അറ്റാക്ക് അതുപോലുള്ള കാര്യങ്ങൾ. അതുപോലെ സ്ട്രോക്ക്. ഇതെല്ലാം പൊണ്ണത്തടി ഉള്ളവർക്ക് സാധ്യതകൾ കൂടുതലാണ്. അടുത്തതായിട്ട് ഉറക്കത്തോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. ഈ തടി കൂടുതലുള്ളവർക്ക് കുറുക്കം വലി, സ്ലീപ്പ് അപ്നിയ ഇതുപോലുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ തന്നെ മിക്കവാറും കാണും. അതുപോലെ പൊണ്ണത്തടിയുള്ളവർക്ക് പലതരം ക്യാൻസറുകൾ വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനം കൊളോണിക് ക്യാൻസർ. കൊളോണിക് ക്യാൻസർ എന്ന് പറയുന്നത് ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ അകത്തുള്ള ക്യാൻസർ. പിന്നെ പിത്തഗ്രന്ഥിയുടെ അകത്തുള്ള ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, ഓവേറിയൻ ക്യാൻസർ, പോസ്റ്റ് മീനപ്പോസൽ ബ്രസ്റ്റ് ക്യാൻസർ. ഇതെല്ലാം ഒബിസിറ്റി ഉള്ളവർക്ക് വരാൻ സാധ്യതകൾ മറ്റുള്ളവരെക്കാളും കൂടുതലാണ്. അതുപോലെ ഒബിസിറ്റി ഉള്ളവർക്ക് ഇൻഫെർട്ടിലിറ്റിക്ക് സാധ്യത കൂടുതലാണ്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ വിവാഹ ജീവിതം നയിച്ചാലും അവർക്ക് കുട്ടികളുണ്ടാകാൻ സാധ്യതകൾ കുറവായിരിക്കും, മറ്റുള്ളവരെക്കാളും കുറവായിരിക്കും. അതിനാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഹാർട്സ്യൂട്ടിസം. ഹാർട്സ്യൂട്ടിസം എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഈ മുഖത്തൊക്കെ രോമ വളർച്ച, അതിനാണ് ഈ ഹാർട്സ്യൂട്ടിസം എന്ന് പറയുന്നത്. പിന്നെ ഒബിസിറ്റിയിൽ വരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് PCOD. അടുത്തത് ആർത്രൈറ്റിസ്. ഇപ്പോൾ വെയിറ്റ് കൂടുന്തോറും, ഒബിസിറ്റിയിൽ വെയിറ്റ് കൂടുമല്ലോ, വെയിറ്റ് കൂടുന്തോറും ആ വെയിറ്റ് മൊത്തം താങ്ങേണ്ടി വരുന്നത് ഈ രണ്ട് മുട്ടുകാലുകളാണ്. അപ്പോൾ അവർക്ക് ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒബിസിറ്റിയിലുള്ള കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.